സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിൽ തർക്കം. തിങ്കളാഴ്ച ചേർന്ന കേന്ദ്ര മുഷാവറ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. അനീഷ് കുമാർ ഇപ്പോൾ നമ്മളുമായി ചേരുന്നുണ്ട്. അനീഷ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സമസ്തയ്ക്കുള്ളിൽ രണ്ട് വിഭാഗമായി വേർതിരിഞ്ഞാണ് പ്രവർത്തനം നടക്കുന്നത്. അതിൽ ലീഗിനെ അനുകൂലിക്കുന്നവരും ലീഗിനെ എതിർക്കുന്നവരും എന്ന രണ്ട് ചേരിയായി തന്നെ നിലനിൽക്കുന്നു. എന്തായാലും ഈ വിഭജനം അല്ലെങ്കിൽ ഈ ഭിന്നത ഇപ്പോഴും സമസ്തയ്ക്കുള്ളിൽ തുടരുന്നു എന്നത് തന്നെയാണ് ഇന്നലെ നടന്ന സംഭവവാസങ്ങളും തെളിയിക്കുന്നത്. സമസ്തയുടെ ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ ജൂലൈ 23 മരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ട ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇന്നലെ ചേർന്ന മുഷാവറ യോഗം വളരെ വിശദമായി തന്നെ ഇക്കാര്യം ചർച്ച ചെയ്തു. ഈ യോഗത്തിൽ രണ്ടു പക്ഷവും, അതായത് ലീഗിനെ അനുകൂലിക്കുന്നവർ അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പേരും മറിച്ച് ഔദ്യോഗിക വിഭാഗം മറ്റൊരു പേരുമായി മുന്നോട്ട് വരികയാണ്. ഇതിൽ ലീഗ് നിർദ്ദേശിച്ച പണ്ഡിതർ ജോയിന്റ് സെക്രട്ടറി ഇപ്പോൾ നിലവിലുള്ള MT അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ, ട്രഷറർ കൊയ്യോട് PP ഉമ്മർ മുസ്ലിയാർ എന്നിവർക്ക് വേണ്ടിയാണ് ലീഗ് അനുകൂലികൾ വാദിച്ചത്. മുതിർന്ന പണ്ഡിതനായ കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർക്കായി ഔദ്യോഗിക വിഭാഗവും നിലകൊള്ളുന്ന കാഴ്ച. എന്തായാലും ഇരു വിഭാഗത്തിനും ഒരു യോജിപ്പിലെത്താൻ കഴിയാത്തതിനാൽ അടുത്ത മുഷാവറയിലേക്ക് തീരുമാനമെടുക്കുന്നത് മാറ്റുകയും MT അബ്ദുള്ള മുസ്ലിയാർക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകുകയുമായിരുന്നു. എന്തായാലും ഈ സംസ്ഥാനത്ത് ഭരണമാറ്റം അടക്കം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ലീഗുമായി ചേർന്ന് നിൽക്കുന്നവർ ജനറൽ സെക്രട്ടറി ആവണമെന്നായിരുന്നു ഈ ലീഗ് വിഭാഗത്തിന്റെ ഒരു ആവശ്യം. പക്ഷേ ആ കാര്യം പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. താൽക്കാലികമായി ഒരു ജനറൽ സെക്രട്ടറിയെ നിയോഗിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.